കേരള എഞ്ചിനീയറിംഗിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്റർ. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് ടോട്ടലായിട്ട് എടുക്കുമ്പോൾ മിനിമം 5 ക്വസ്റ്റ്യൻസ് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. സോ ഫ്രം തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 2020 ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Two taps supply water to a container, one at the temperature of 20 degrees Celsius and at the rate of 2 kilogram per minute, and another at 80 degrees Celsius at the rate of 1 kilogram per minute. If the container gets water from the two taps simultaneously for 10 minutes, then the temperature of water in the container. അപ്പോൾ നമ്മുടെ കണ്ടെയ്നറാണ്. അപ്പോൾ ആ കണ്ടെയ്നറിലേക്ക് ഈ പറഞ്ഞ 2 ടാപ്പിലൊന്നും വാട്ടർ വീഴുകയാണ് എന്ന് വിചാരിക്കുക. സോ 2 സിറ്റുവേഷൻസ് ഉണ്ട്. അവർ തമ്മിൽ ഈ കണ്ടെയ്നറിനകത്ത് വരുമ്പോൾ മിക്സ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസിൽ രണ്ടും ഓർക്കേണ്ടത്, രണ്ടും 10 മിനിറ്റ് എന്ന് പറയുന്ന സമയമാണ് ലിക്വിഡ്സിന് സപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ അവർ സപ്ലൈ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം പെർ മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അവർ സപ്ലൈ ചെയ്യുന്ന മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം പെർ മിനിറ്റ് ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ നമുക്ക് M1 എന്ന് പറയുന്നത് 20 കിലോഗ്രാം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് തന്നിരിക്കുക. രണ്ടാമത്തെ കേസിൽ അത് അറ്റ് ദ റേറ്റ് ഓഫ് 1 കിലോഗ്രാം പെർ മിനിറ്റ് ആയിട്ടാണ് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിലെ മാസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1 × 10, അപ്പോൾ 10 കിലോഗ്രാം ആയിരിക്കും. ബട്ട് അതിൻ്റെ ടെമ്പറേച്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇറ്റ് ഈസ് അറ്റ് 80 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് that is calorimetry. The heat gained should equal to heat lost. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞെടുത്താണ് ടെമ്പറേച്ചർ കൂടുതലായിട്ട് നിൽക്കുക. ആ എനർജിയാണ് ആദ്യത്തെ ആൾക്കിലേക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടിലും ഒരു ടെമ്പറേച്ചർ വ്യത്യാസം മാത്രം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് MC ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ, മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ relevant one into the change in temperature. അപ്പോൾ ഹീറ്റ് ഗെയിൻഡ്, ഇപ്പോൾ ഹീറ്റ് ഗെയിൻഡ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ കേസാണ്. ഹീറ്റ് ലോസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വലുതാണ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ഗെയിൻഡ് ആർക്കാണ്? സി ദിസ് വൺ. അപ്പോൾ അവൻ്റെ മാസ് ഇൻറ്റു അവൻ്റെ സ്പെസിഫിക് ഹീറ്റ്, ഇപ്പോൾ വാട്ടർ തന്നെയാണ്, ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇപ്പോൾ ഡെൽറ്റ തീറ്റ എന്ന് പറയുമ്പോൾ അവൻ അറ്റൈൻ ചെയ്ത റിസൾട്ടൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തീറ്റയാണെങ്കിൽ നമുക്ക് തീറ്റ മൈനസ് അവനിൽ ഇപ്പം ഉള്ളത് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു എന്താണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 80 ആണ്. സോ 80 മൈനസ് തീറ്റയാണ്. അപ്പോൾ CW നമുക്ക് ക്യാൻസലാക്കി മാറ്റാം. സോ ക്യാൻസലാക്കിയാൽ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് M1 ഈസ് വാട്ട്? ദാറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 20. സോ 20 ഇൻറ്റു theta minus 20 is equal to 10 into 80 minus theta. So നമുക്ക് ഒന്ന് ക്രോസ് ചെയ്താൽ 2 theta minus 40 is equal to 80 minus theta. സോ ഈ തീറ്റ നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 3 theta എന്ന് പറയുന്നത് 120 ആയിട്ട് മാറുന്നു. സോ തീറ്റ is equal to 40 ഡിഗ്രി സെൽഷ്യസ്. സോ D is the choice for the problem. So we can move to the question number 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The standard of length is maintained by 1 meter long bar made of a material having the coefficient of linear expansion 10 to the power of -5 per degree Celsius. If the length of the bar were to be preserved to an accuracy of 1 part per million, so 1 by 10 to the power of 6, what would be the maximum allowed temperature variation? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് the variation of length with respect to temperature എന്ന് പറയുമ്പോൾ we know the concept
L എന്ന് പറയുന്നത് L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഇൻറ്റു ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എസ് ഡെൽറ്റ തീറ്റ എന്ന് നമുക്ക് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു L0 പ്ലസ് L0 ആൽഫ ഡെൽറ്റ തീറ്റ. അപ്പോൾ L0 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ L മൈനസ് L0 ഈക്വൽ ടു L0 ആൽഫ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ടെമ്പറേച്ചർ വേരിയേഷൻ. സോ ഡെൽറ്റ തീറ്റ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് L minus L0. That is nothing but equal to, we can say as a delta L, the division by L0 into alpha. എന്താണ് ഡെൽറ്റ എൽ? സോ വി ക്യാൻ ഹിയർ നമുക്ക് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം 1 പാർട്ട് പെർ മില്യൺ, ദാറ്റ് ഈസ് 10 to the power of minus 6 by L0 1 meter ആയിട്ടാണ് പറയുക, ഇൻറ്റു ആൽഫ ദാറ്റ് ഈസ് 10 to the power of minus 1. So that is equal to 10 to the power of minus 1. So that is we can say 0.1 degree Celsius. So we can take B as the answer. We can move with the question number third one from 2018. A long question but a good question. A uniform copper rod of 50 centimeter length. So that is the copper rod. So its length is given as 50 centimeters, so 0.1 meter, insulated on its sides and has its ends exposed to ice and steam respectively. If there is a layer of water 1 millimeter thick at each end, so ഇവിടെ 1 millimeter thick water is there on both the side. So this is 1 mm. This is 1 mm. The temperature gradient in the bar is, assume the thermal conductivity of copper that is given as is equal to 400 and for water that is equal to 0.4. അപ്പോൾ നമ്മുടെ എൻഡിലായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരെണ്ണം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഒരെണ്ണം 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടുത്തെ ടെമ്പറേച്ചർ വി ക്യാൻ അസ്യൂം ഇറ്റ് ടു ബി സേ ദിസ് ഈസ് θ1 ആൻഡ് ദിസ് ഈസ് θ2 ആൻഡ് അവർ എയിം ഈസ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. ദാറ്റ് ഈസ് അവർ എയിം ഈസ് ടു ഫൈൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു θ2 minus θ1 division by 0.5. Temperature gradient in the copper one, that is a change in temperature by its separation. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത്, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഈ ഒരു കേസിലെ ഇക്വേഷൻസ് നമ്മൾ എഴുതാൻ ശ്രമിച്ചാൽ, സോ വി ക്യാൻ ജസ്റ്റ് ലിങ്ക് വിത്ത് ദ 3 cases. ആദ്യം നമ്മുടെ ഫസ്റ്റ് വാട്ടർ, അപ്പോൾ ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് θ1 എടുത്താൽ അവിടെ വാട്ടറാണ്. സോ ദാറ്റ് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ യൂണിഫോം ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ θ1 minus 0 degree, that division by that 1 mm, that is 10 to the power of minus 3. It should be equal to, നമ്മുടെ കണ്ടുപിടിക്കാനുള്ള കേസ് എന്ന് പറയുന്നത് കോപ്പറാണ്. സോ കോപ്പറിന് നമ്മൾ എഴുതുകയാണെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ഇൻറ്റു ഏരിയ ഇൻറ്റു ദാറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആസ് θ2 minus θ1 division by 0.5, that must be equal to, നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ അടുത്ത വാട്ടർ ലെവലിലെടുത്താൽ അപ്പോൾ θ2 100 ഇടയ്ക്കാണ്. സോ ഓഫ് വാട്ടർ ഇൻറ്റു എ ഇൻറ്റു ദാറ്റ് വി ക്യാൻ റൈറ്റ് ടു ബി 100 minus θ2 division by 10 to the power of minus 3, 1 millimeter. So that is a very important one. അപ്പോൾ നമുക്ക് at first one say ഈ രണ്ട് റിലേഷൻസ് നമ്മൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ നമുക്ക് വാട്ടർ എ ക്യാൻസലായി പോയാൽ θ1 by 10 to the power of minus 3 എന്ന് പറയുന്നത് 100 minus θ2 division by 10 to the power of minus 3 ക്യാൻസലാണ്. അപ്പോൾ നമുക്കൊരു വളരെ മനോഹരമായ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു. θ1 plus θ2 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും 100 ആയിരിക്കും. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന
ഏതെങ്കിലും രണ്ട് കേസസ് ഇത് രണ്ടും തമ്മിലൊന്ന് നമുക്കൊന്ന് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കെ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 0.4 ആണ് ഇൻറ്റു നമുക്ക് അവിടുത്തെ എയും ഏരിയയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു θ1 ഡിവിഷൻ ബൈ 1 മില്ലി 10⁻³ ഈസ് ഈക്വൽ ടു കെ ഓഫ് കോപ്പർ എന്ന് പറയുന്നത് 400 ആണ്. that much into that θ2 we don't know, so θ2 minus θ1, that division by 0.5, so that is equal to അപ്പോൾ നമുക്ക് see 400 is there. Okay, we can one more substitution, we can give it 400 into θ2. θ2 ഈ റിലേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? 100 minus θ1, so 100 minus θ1 minus θ1, so minus 2 θ1, that division by 0.5, that is 0.4 by 10 to the power. അപ്പോൾ അത് 400 ആയിട്ട് നമുക്ക് എഴുതാം. so 400 into θ1, so നമുക്ക് 400 ക്യാൻസൽ ആയിട്ട് മാറി. സോ 0.5 θ1 എന്ന് പറയുന്നത് 100 മൈനസ് 2 θ1 ആയി മാറി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈസിലി വി ക്യാൻ റൈറ്റ് 2.5 θ1 ഈസ് ഈക്വൽ ടു 100 ആയി. ദെയർഫോർ θ1 എന്ന് പറയുന്നത് 100 ബൈ 2.5, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ അങ്ങനെയാണെങ്കിൽ θ2 എത്രയായിട്ട് വരും? 100 മൈനസ് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് θ2 മൈനസ് θ1 ഡിവിഷൻ ബൈ 0.5. എന്താണ് θ2 ഹിയർ? 60 മൈനസ് 40, ദ ഡിവിഷൻ ബൈ 0.5, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. സോ വി ഗെറ്റ് ദ ആൻസർ as B as the choice. So we can move with the question number 4. Two identical systems with the heat capacity at a constant volume, that is given as CV is equal to B into T cube, where B is a constant, are thermally isolated. Initially, one system is at a temperature 100 K and the other is at 200 K. The systems are then brought into contact and the combined system is allowed to reach thermal equilibrium. The final temperature of the combined system will be. അപ്പോൾ നമുക്ക് രണ്ട് സിസ്റ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. രണ്ടും ഡിഫറൻറ്റ് ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത്. ആദ്യത്തത് 100 K ആണ്, രണ്ടാമത്തത് 200 K ആണ്. അപ്പോൾ സ്വാഭാവികപരമായിട്ടും സംഭവിക്കുന്നൊരു കാര്യം, മിക്സ് ചെയ്യുന്ന സമയമാകുമ്പോൾ 100 Kയുടെ ടെമ്പറേച്ചർ ഉയരുകയാണ്, 200ൻ്റെ ടെമ്പറേച്ചർ കുറയുകയാണ്. റിസൾട്ട് എന്ന് പറയുന്ന ടെമ്പറേച്ചർ നമുക്ക് Tയിലെത്തി എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട കൺസെപ്റ്റ് ഫൈനൽ ടെമ്പറേച്ചറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, വി നോ ദ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ദാറ്റ് ഇൻറ്റേർണൽ എനർജി du by dt എന്ന് പറയുന്നത് വി നോ ദ കൺസെപ്റ്റ് ആസ് എ CV. Therefore, that internal energy take the value as is equal to integral CV into dt. That is a very important one. അപ്പോൾ internal energy with respect to change in temperature എന്ന് പറയുന്നത് CV ആണ്. So U equal to integral CV into dt ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് internal energy നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. അതുവഴി അവസാനമാകുമ്പോൾ ഇവർ രണ്ടുപേരുടെയും ഇക്വിലിബ്രിയം തെർമൽ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ രണ്ടിലുമുള്ള ടെമ്പറേച്ചർ എനർജി സെയിം ആയിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ഫസ്റ്റ് കേസായിട്ട് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഇത് സെക്കൻഡ് വൺ ആണെങ്കിൽ ഫോർ ദ ഫസ്റ്റ് കേസ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുക? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അവൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് എന്ന് പറയുന്നത് 100 to T ആണെങ്കിൽ CV എന്ന് പറയുന്നത് BT ക്യൂബ് ഇൻറ്റു DT ആണ്. അപ്പോൾ അവനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്കറിയാം T ക്യൂബ് എന്ന് പറയുന്നത് T⁴ ഡിവിഷൻ ബൈ 4 ബിറ്റ്വീൻ ദ ലിമിറ്റ്സ് ആസ് 100 to T ആയിട്ട് നമുക്ക് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
that is equal to b by 4 into t to the power 4 minus 100 raised to 4. സോ നമുക്കത് u1 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ കൊടുക്കാം? സെക്കൻഡ് സിസ്റ്റം എടുക്കുമ്പോൾ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് u2 ഈസ് ഈക്വൽ ടു, അപ്പോൾ അവിടെ ഒരു ഡിക്രിമെൻ്റ് ആണ് വരുന്നത് അല്ലേ, 200 ടു t എന്നുള്ള തരത്തിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദർ ഷുഡ് ബി എ നെഗറ്റീവ് സൈൻ ദെയർ. പക്ഷെ അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്ന് നമുക്ക് തിരിച്ചു കൊടുക്കാം, t to 200 എന്ന് നമുക്ക് കൊടുക്കാം. സോ ദാറ്റ് മച്ച് ഇൻ ടു ബി ടി ക്യൂബ് ഇൻ ടു ഡി ടി. സോ നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ b ഇൻറ്റു അഗെയിൻ t റൈസ് ടു 4 ഡിവിഷൻ ബൈ that 4 into between the limits as t to 200. So that is equal to b by 4 into t to the power of 4, that is 200 raised to 4 minus t raised to 4. So that is the concept there. അപ്പോൾ ഇക്വിലിബ്രിയം എന്നൊരു കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ വി ക്യാൻ റൈറ്റ് ടു ബി ഈക്വൽ ടു u1 ഈക്വൽ ടു u2. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയോടെ പറയാം b by 4 into t raised to 4 minus 100 raised to 4 is equal to b by 4 into that 200 raised to 4 minus t raised to 4. b by 4 cancel ആണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് എഴുതുകയാണെങ്കിൽ t raised to 4 പ്ലസ് അവിടെ നിന്ന് ഈ t raised to 4 കൂടെ ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ വി ക്യാൻ റൈറ്റ് ടു ബി 200 raised to 4 പ്ലസ് 100 raised to 4. So 2 into t raised to 4 is equal to, here we can write 2 raised to 4 plus 1 into 100 raised to 4. That is equal to 2 raised to 4, that is 16, that is plus 1, that is equal to 70 into 100 raised to 4. And we get t raised to 4 is equal to 17 by 2 into 100 raised to 4. That is t is equal to 17 by 2, that is 8.5 raised to 1 by 4 into 100. On solving, you get the answer as is equal to roughly 171 as the choice. So this expression is very, very important one. The internal energy is given as integral CV delta t. 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Initially, a beaker had 100 gram of water at 90 degrees Celsius. Another 600 gram of water at temperature 20 degrees Celsius was poured into the beaker. The temperature T of the water after mixing is. അപ്പോൾ നമുക്ക് വീണ്ടും കലറിമെട്രി കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നാൽ ഹീറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നത് ഹീറ്റ് ഗെയിൻഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഹീറ്റ് നഷ്ടം സംഭവിക്കുന്നത് 600 ഗ്രാമിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എം സി ഡെൽറ്റ തീറ്റ എന്ന് പറയുന്ന റിലേഷനാണ് ഈക്വലാക്കി മാറ്റുകയാണെങ്കിൽ സോ ദാറ്റ് 600 ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ 100 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അവൻ്റെ ടെമ്പറേച്ചർ ഹീറ്റ് ലോസ്റ്റ് സംഭവിക്കുന്നത് അവൻ്റെ ടെമ്പറേച്ചർ 90 ഡിഗ്രികൾ 100 ഗ്രാമിനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റിൽ എടുക്കാം. So that 100 gram into 1 into the temperature is 90 എന്ന് റിസൾട്ടിങ് ടെമ്പറേച്ചർ T ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഹീറ്റ് ഗെയിൻ ചെയ്യുന്നത് ആരാണ്? 20 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് എന്ന് വെച്ചാൽ 600 ഗ്രാം ആണ്. സോ എം ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് 1 ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്? സോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് വാട്ട് ഹിയർ 20 നമ്മുടെ ടിയിലേക്ക് വരുന്നത്. സോ T minus 20. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ക്യാൻസൽ ആണ്, ജി ക്യാൻസൽ ആണ്. സോ 90 മൈനസ് ടി എന്ന് പറയുന്നത് 6t മൈനസ് 6 into 20 that is 120 ആയിട്ട് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7t is equal to 210 and t take the value as is equal to 30 degree. So B is the answer. We can move with the question number 6. A metallic bar of coefficient of linear expansivity 10 to the power of minus 5 is heated from 0 to 100 degrees Celsius. The percentage increase in its length.
So we know that L is equal to L0 into 1 plus alpha delta theta. So we can write it to be as L0 plus L0 alpha delta theta. That is the change. L minus L0 is equal to the percentage change, that is L minus L0 by L0. So that is equal to alpha into delta theta. That is a fractional change. So percentage change into 100%. So that is delta L by L into 100%. So alpha is what? 10 to the power of minus 5 into the change in temperature as 10 square into 10 square percentage. So 10 to the power of minus 1. So 0.1%. A as the answer. So we can move with the question number 7. Two perfectly black spheres A and B having radii 8 and 2 maintained at 127. So we have to convert it into Kelvin. 127 plus 273. So that is nothing but equal to 400, and 527 plus 273. So that is equal to 800 respectively. The ratio of energy related by A to B is that energy liberated per second per unit area, that is a sigma into T to the power of. അപ്പോൾ നമുക്ക് എനർജി റേഡിയേറ്റഡ് പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ എ ടി റൈസ് ടു 4 ആയിട്ട് പറയാം. രണ്ട് കേസസിലായിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇ എ ബൈ ഇ ബി എന്ന് പറയുന്നത് ഇവിടെ സിഗ്മ സെയിം ആണ് രണ്ട് കേസസിലും. ഏരിയ നമുക്ക് എഴുതാം ആർ എ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ ബി സ്ക്വയർ ഇൻറ്റു ടെമ്പറേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് ടി എ റൈസ് ടു 4 ഡിവിഷൻ ബൈ ടി ബി റൈസ് ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ 8 എന്നാണ് പറയുന്നത് അല്ല. അപ്പോൾ 8 സ്ക്വയർ 64 ഡിവിഷൻ ബൈ 2 സ്ക്വയർ ദാറ്റ് ഈസ് 4 ഇൻറ്റു ടി എ. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 400 എന്നാണ്. ദ ഡിവിഷൻ ബൈ 800 ദാറ്റ് റൈസ് ടു 4 എന്നാണ് നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഇൻറ്റു ദാറ്റ് 4 by 8 1 by 2 raised to 16. 2 raised to 4, that is 16. So 1 is to 1 as the answer. So B as the answer. For 8, hot water in a vessel kept in a room cools from 70 to 65 in T1 minutes and 65 to 60 degree in T2 minutes, 60 to 55 in T3 minutes. Newton's law of cooling base ചെയ്തിട്ട് നമുക്ക് പറയാം the rate of cooling, the change in temperature by time എന്ന് പറയുന്നത് a constant into that T1 plus T2 by 2 minus that surrounding temperature. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ദാറ്റ് 70 മൈനസ് 65 ബൈ ദ ടൈം T1 എന്ന് പറയുന്നത് K ഇൻറ്റു ദാറ്റ് 70 plus 65 by 2 minus theta 0. That is equal to, we can write 5 by T1 equal to K into that 67.5 minus theta 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T1 റിലേഷൻ എന്ന് പറയുന്നത് 5 by K into 67.5 minus theta 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിന് നമുക്ക് എന്ത് പറയാം? അപ്പം സെക്കൻഡ് കേസിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടുത്തെ സമയം T2 ആണ്. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വരുമ്പോൾ വീണ്ടും 5 ആണ്. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ദാറ്റ് ടു ടെമ്പറേച്ചർ ആസ് 65 ആൻഡ് 60. സോ വി ക്യാൻ ഇറ്റ്സ് ആവറേജ് ആസ് 62.5 മൈനസ് തീറ്റ 0. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ദ തേർഡ് വൺ എന്ന് പറയുമ്പോൾ ദാറ്റ് T3 ഈസ് ഈക്വൽ ടു 5 ഡിവിഷൻ ബൈ K ഇൻറ്റു that average of 60 and 55. So that is equal to 57.5 minus theta 0. And then നമുക്ക് ഈ T1ഉം T2ഉം T3ഉം ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്കറിയാം ഡിനോമിനേറ്ററിലെ 57.62 56 അങ്ങനെ വ്യത്യാസപ്പെടുകയാണ് അല്ലേ. ബാക്കി ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ തറവലി നമുക്ക് പറയാൻ പറ്റും T1 എന്ന് പറയുന്നത് ലെസ് ദാൻ T2 ലെസ് ദാൻ T3. So that is the concept there. So we can take that E as the answer for the problem.
We can move with the question number 9. The time taken by a hot body to cool from 50 to 40 degrees is 10 minutes when the surrounding temperature is 25. Then the time taken it to cool from 40 to 30 degree when the surrounding temperature is 15 is. അപ്പോൾ രണ്ട് കേസസ് ആണ് നമുക്ക് ഒരേ ലിക്വിഡാണ് നമുക്ക് തന്നിരിക്കുക. അപ്പോൾ ആദ്യത്തെ കേസ് എന്തായാലും ജനറലൈസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ദാറ്റ് ഈസ് T1 പ്ലസ് T2 ബൈ 2 മൈനസ് θ0. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് കേസ് നമുക്ക് ഡീൽ ചെയ്താൽ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് 50 മൈനസ് 40 ബൈ ദ ടൈം ആസ് 10 മിനിറ്റ് ഈസ് ഈക്വൽ ടു K into that average 90 by 2, that is 45 minus 25. That is equal to 50 minus 40, 10 by 10, 1 equal to K into that into 20. So K യുടെ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുകയാണ് 1 by 20, that constant. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് പോയാൽ അവിടെ പറയുന്നത് ദാറ്റ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വീണ്ടും 40 മൈനസ് 30 ആസ് 10. നമുക്ക് ആ സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. K into its average 40 plus 30 by 2, 70 by 2, that is 35 minus that surrounding temperature is different here. It is given as is equal to 15. So that is equal to into 35 minus 15. That is equal to 20. So needed to find T is equal to 10 by K into 20. So that is equal to 10 by 20. K is given as 1 by 20. And again T is equal to 10 minute. That means B is the answer. So we can move with the next question, number 10. A partition wall has two layers of different materials A and B in contact with each other. They have the same thickness, but the thermal conductivity of layer A is twice that of layer B. At a steady state, if the temperature difference across the layer B is 50 K, the corresponding difference across the layer A is. Look, അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആണ്. സീരീസോടെ കണക്ട് ചെയ്തതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എ ബി എന്ന് പറയാം. തിക്നെസ് സെയിം ആയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് 50 K ആയിട്ടാണ് തന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഡിഫറൻസ് ഇൻ ലെയർ ഇൻ എ എന്ന് പറയുമ്പോൾ നമുക്കിത് തീറ്റ എൻഡ് ടെമ്പറേച്ചർ, ഇത് θ2 ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് θ2 ബൈ θ1 ആണ്. അപ്പോൾ അറ്റ് ദ സ്റ്റഡി സ്റ്റേറ്റ് എടുക്കുമ്പോൾ ഫസ്റ്റ് ലെയർ ബേസ് ചെയ്ത് നമുക്ക് എഴുതാം ഇറ്റ്സ് തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ദാറ്റ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ബൈ സെപ്പറേഷൻ, that is equal to, for the second one we can write KB into A into its temperature difference is given as 50, that division by D എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ സെയിം ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുകയാണെങ്കിൽ in addition to that KA is given as what, 2 times of KB അല്ലേ. So 2 KB into θ2 minus θ1, that is equal to KB into 50. So our aim is to find what is the θ2 minus θ1. So θ2 minus θ1 is equal to 50 by 2, that is equal to 25 K. So we get C as the choice. We can move with the question number 11. A lead bullet strikes against a steel plate with the velocity 200 meter per second. If the impact is perfectly inelastic, എന്ന് പറയുമ്പോൾ അത് ഉള്ളിലോട്ട് കയറി എന്നാണ് അതിൻ്റെ അർത്ഥം. The heat produced is equally shared between the bullet and the target. Then the rise in temperature of the bullet is. അപ്പോൾ നമുക്ക് നമ്മുടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബുള്ളറ്റ് നമുക്ക് കണ്ടുപിടിച്ചാൽ half into its mass into its velocity as 200 square. ഇനി നമ്മുടെ ഈ കൈനറ്റിക് എനർജി ദാറ്റ് ഈസ് half m into 200 സ്ക്വയർ രണ്ടുപേര് ഈക്വൽ ആയിട്ട് ഉപയോഗിക്കുകയാണ് അല്ലേ. യെസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ നമ്മൾ എനർജിയെ ബുള്ളറ്റിൻ്റെ കൺസെപ്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ 2 times ഓഫ് അവൻ്റെ ടെമ്പറേച്ചർ, രണ്ട് ബുള്ളറ്റുകൾ എന്നുള്ള കൺസെപ്റ്റിലിട്ട് കാരണം ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നതുകൊണ്ട്
2 into EM into അവൻ്റെ ടെമ്പറേച്ചറല്ലേ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഓഫ് ലെഡ് ഇൻ ടു MC ഡെൽറ്റ തീറ്റ കൊടുക്കുക. സോ ദാറ്റ് ഈസ് ദ കൈനറ്റിക് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി റൈസ് എന്ന് നമ്മളെ കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. നമുക്ക് അവിടെ ക്യാൻസൽ ആയിട്ട് പോയി. So our aim is to find the value for delta theta is equal to, so delta theta is equal to is 200 square division by 2 into 2 as 4 into the specific heat as 125. So that is equal to we can write as 4 into 10 to the power of 4 division by 4 into 125. So 4 cancel. So that is equal to 10,000, that division by 125, so that is equal to 80. So we get A as the answer. We can move to the question number 12. Hot water cools from 60 to 50 degrees Celsius in the first 10 minutes, then from 50 to 42 in the next 10 minutes. The temperature of the surroundings is. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്താൽ നമുക്കറിയാം ദ റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറയുന്നത് K into the difference in temperature, the average temperature, that is T1 plus T2, that division by 2 minus that is theta 0. So 60 minus 50 as 10 division by the time as T is equal to K into the average value. 60 plus 50, that is 110 by 2, so that is 55 minus theta 0. രണ്ടാമത്തെ കേസിൽ നമുക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 50 മൈനസ് 42, ദാറ്റ് ഈസ് 8 ബൈ വീണ്ടും അതേ സമയം എന്നാണ് പറയുക. സോ K ഇൻറ്റു ദി ആവറേജ് ടെമ്പറേച്ചർ 46 മൈനസ് തീറ്റ 0. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊന്ന് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ ആസ് 5/4 ഈക്വൽ ടു 55 minus theta 0 by that 46 minus theta 0. So on the cross ചെയ്താൽ that is 5 into 46 minus 5 into theta 0 എന്ന് പറയുന്നത് 4 into 55 minus 4 into theta 0. That is നമുക്ക് ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാൽ theta 0 is equal to 5 into 46 minus 4 into 55. So that is equal to 230 minus 220. So we get the answer as 10 degree Celsius. So we can move with the next one. On heating, the temperature at which the water has minimum volume is. So that is nothing but the anomalous behavior of water. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് വരുമ്പോൾ ഇഫ് വി വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് ഓർക്കുക ഇറ്റ് ഗോട്ട് മിനിമം വോളിയം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ മാക്സിമം ഡെൻസിറ്റി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. സോ ഡിയർ സ്റ്റുഡൻസ്, try to do maximum MCQs. Take care. God bless you.